ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് കാണുന്നത് സോഡ് ആർട്ട് ഓൺലൈൻ എന്ന ആനിമയുടെ സീസൺ 1 എപ്പിസോഡ് 3 സോ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരായാലുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് കൊണ്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് കൊണ്ട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോ പെട്ടെന്ന് ഇടാൻ വേണ്ടി ഒരു മോട്ടിവേഷനാണ്. നിങ്ങളെ കമൻസ് ലൈക്കും കാരണമാണ് എനിക്ക് പെട്ടെന്ന് വീഡിയോസ് ഇടാൻ തോന്നുന്നത്. നിങ്ങളെന്തായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണുന്നത് കിറിറ്റോയ്ക്ക് വേണ്ടി എല്ലാവരും ഒരു പാട്ട് നടത്തി നിൽക്കുകയാണ്. അവരെല്ലാം പരിചയപ്പെടുന്നുണ്ട്, ഇവനാണ് നമ്മളെ സേവ് ചെയ്ത ആളെന്ന് പറഞ്ഞിട്ട്. കിറിറ്റോയുടെ എല്ലാവരും നന്ദിയുണ്ട്, നിങ്ങളില്ലെങ്കിൽ ഞങ്ങളെല്ലാം ഇപ്പോൾ മരണപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവനോട് നന്ദി പറയാണ്. ഞാനിപ്പോഴും ചിന്തിക്കുന്നത് നീ ഏത് ലെവലിലാണ് എന്ന് ചോദിക്കുകയാണ് കേറ്റോ നൃത്തം കിറിറ്റോട്. കിറിറ്റോ പറയാണ് എൻ്റെ ലെവൽ 20 കേറ്റോ പറയാണ് കിറിറ്റോ സാർ ഇപ്പോഴും നമ്മുടെ എല്ലാം ലെവലാണ്, എന്നിട്ട് പോലും സാറ് ഒറ്റക്കാണല്ലോ ഇവിടെ സർവൈവ് ചെയ്തെന്ന് ചോദിക്കുകയാണ്. കിയാറ്റോ പറയാണ് സാച്ചു ഇപ്പോഴും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സോഡും അതുപോലെ തന്നെ ഷീൽഡും ഇവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, കാരണം അവൾക്ക് എന്നാൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്ന്. അപ്പോൾ അവൾ പറയാണ് നിനക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ നിർത്താൻ പറ്റില്ല എന്ന്. അവൻ വീണ്ടും പറയാണ് നീ എപ്പോഴും പേടിച്ചില്ല നിൽക്കുന്നത്, ഇനിയെങ്കിലും നീ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ അവൾ മോട്ടറാക്കുകയാണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഇവളെ നല്ലപോലെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. കിറിറ്റോ സാർ തന്നെ ഇവൾക്ക് ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയാണ് കിയാറ്റ. കിറിറ്റോക്ക് താല്പര്യമില്ലേ പോലും അവന് ഇത്രയും തന്നെ പറഞ്ഞോണ്ട് തന്നെ ഓക്കെ എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് എല്ലാവരും പിറ്റേ ദിവസം സാച്ചിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ ബീസ്റ്റ് അവൾ അറ്റാക്ക് ചെയ്യാൻ വന്നതും കിറിറ്റോ അതങ്ങ് തടയാണ്. വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വന്നത് അവൻ ടെറ്റ്സു എന്നവനോട് അറ്റാക്ക് ചെയ്യാൻ പറയാണ്. അവൻ നേരെ പോയി അതിനങ്ങ് അറ്റാക്ക് ചെയ്ത് തീർക്കുകയാണ്. അങ്ങനെ അവർക്ക് 352 എക്സിയും 180 കോളും അതുപോലെ വേറെന്തോ ഒരു ഐറ്റവും കൂടിയും കിട്ടുകയാണ്. എന്തായാലും അവർക്ക് അപ്പോൾ ഹാപ്പി ആയിരിക്കുകയാണ്. ഹേ കിറിറ്റോ, അസൽ ടീമിൽ നമുക്കില്ലാത്ത എന്തെങ്കിലും കൂടുതൽ ആക്സറീസോ എക്സ്പിയോ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് കേറ്റോ. ആ സമയം കിറിറ്റോ പറയാണ് ഇല്ല, ബട്ട് അവർക്ക് നല്ല വിൽ പവർ ഉണ്ടെന്ന്. യെസ്, ഞാനും ചിന്തിക്കുന്നത് അതുതന്നെയാണ്, നമ്മുടെ ടീമിനും നല്ലൊരു വിൽ പവർ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നും അവൻ പറയാണ്. അത് നല്ലൊരു ഗോളാണ് എന്ന് പറഞ്ഞ ഒരുത്തൻ താഴത്തേക്ക് ഇറങ്ങാണ്. നീ ചിന്തിക്കുന്നത് നമുക്കും ഹോളി ഡ്രാഗൺ ആലിസിനെ പോലെ സ്ട്രോങ് ആകാൻ പറ്റുന്നാണോ എന്ന് ചോദിക്കുകയാണ് അവൻ. അതിലെന്താ തെറ്റ് എന്ന് കിയാറ്റോ ചോദിക്കുന്ന സമയത്ത് മറ്റൊരുത്തും പറയാണ് നമുക്കതിന് ആദ്യം 30 ലെവൽ കംപ്ലീറ്റ് ആവണമെന്ന്. ആദ്യം നീ എൻ്റെ അടുത്ത് രക്ഷപ്പെട്ട് കാണിക്ക്, എന്നിട്ടല്ലേ 30 ലെവൽ കംപ്ലീറ്റ് ആകുന്നത് എന്ന് ചോദിച്ച് അവനെ കളിയാക്കുകയാണ്. അന്ന് രാത്രി കിയാറ്റ പറയാണ് നമ്മൾ ഇന്നലെ ഹണ്ട് ചെയ്തതും നമുക്ക് 2 ലക്ഷം കോള് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചപ്പോൾ ഒരുത്തിന് അഭിപ്രായം പറയാണ് നമുക്ക് സാച്ചിയുടെ എക്യുപ്മെൻറ്റ്സ് നല്ലപോലെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന്. ആ സമയത്ത് സാച്ചി പറയാണ് ഞാൻ എൻ്റെ എക്യുപ്മെൻ്റ് കൊണ്ട് സാറ്റിസ്ഫൈഡാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി വെറുതെ ആ കോള് നഷ്ടപ്പെടുത്തണ്ടാന്ന്. വേറൊരുത്തൻ പറയാണ് നമുക്കെപ്പോഴും കിറിറ്റോനെ തന്നെ മുന്നിൽ നിർത്താൻ പറ്റില്ല, നീയും അതിന് സഹായിക്കണമെന്ന്. ആ സമയത്ത് കിറിറ്റോ പറയാണ് എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പോൾ കിയാറ്റോ പറയാണ് നിന്നെ കൊണ്ട് പറ്റും സാച്ചി, നീ ഒന്ന് ശ്രമിച്ചു നോക്കുമെന്ന്. പിന്നെ കാണിക്കുന്നത് കിറിറ്റോ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പോയി നോക്കുന്ന സമയത്ത് അവിടെ ക്ലെയിനും അതുപോലെ വേറെ 2 പേരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഒരു വോൾഫിനെ അറ്റാക്ക് ചെയ്യാണ്. ക്ലെയിന് ഇപ്പോൾ നല്ലപോലെ തന്നെ പവർഫുൾ ആയിട്ടുണ്ട്. കിറിറ്റോനെ കണ്ടതും ഹായ് കിറിറ്റോ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ അങ്ങനെ അവൻ അങ്ങോട്ട് പോവാണ്. നീ എന്താ അവിടെ ലെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണോ എന്ന് കിറിറ്റോയോട് ക്ലെയിൻ ചോദിക്കുകയാണ്. ആ സമയത്ത് കിറിറ്റോ പറയാണ് ഇല്ല വെറുതെ ഇറങ്ങിയതാണെന്ന്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ക്ലെയിൻ വേറൊരു സ്ഥലത്തേക്ക് എത്തുന്നതാണ്. ആ സമയത്ത് അവൻ എന്തോ ഒരു മെസ്സേജ് ഇടാണ്. എടുത്ത് നോക്കിയതും അത് കിയാറ്റോ ആയിരുന്നു. സാച്ചു കുറേ നേരമായി പുറത്തു പോയിട്ട് ഇപ്പോഴും അവളെ കാണാനില്ലെന്ന്. അവൻ്റെ ഒരു ഐ ഡിറ്റക്ഷൻ പവേഴ്സ് യൂസ് ചെയ്ത് അത് കണ്ടുപിടിക്കുകയാണ്. അവളുടെ ഫുട് പ്രിൻറ്റ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ പുറകെ പോയിട്ട് അങ്ങനെ അവളൊരു ടണലിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹേ സാച്ചി, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് കിറിറ്റോ വന്ന് ചോദിക്കുകയാണ്. അവനും അവിടെ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഓടിപ്പോകണം, ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് എന്ന് സാച്ചി ചോദിക്കുകയാണ്. ആ സമയത്ത് കിറിറ്റോ പറയാണ് നീ എന്താ സൂസൈഡ് ചെയ്യുന്നതിനെ പറ്റിയാണോ സംസാരിക്കുന്നതെന്ന്. അതെ, അത് എന്തുകൊണ്ടും നല്ലൊരു ഐഡിയ ആണ് എന്ന് സാച്ചി പറയാണ്. ഇതൊക്കെ കേട്ട് ആകെ ടെൻഷനായി നിൽക്കുകയാണ് കിറിറ്റോ. ഞാനിവിടെ നിന്ന് അസ്വാഭാവികമായ ഒരു മരണത്തെ പേടിക്കുകയാണ് എന്ന് പറയാണ്. ഞാൻ ഇവിടെ വെച്ച് മരിക്കുന്നതിനെ ഓർത്ത് നല്ലപോലെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാണ് സാച്ചി. ആ സമയത്ത് കിറിറ്റോ പറയാണ് നീ മരണത്തെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാം. ബ്ലാക്ക് ഹെഡ്സ് ഇപ്പോഴും ഒരു ഗിൽഡ് എന്ന നിലയിൽ വളരെ പവർഫുള്ളായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗിൽഡായി മാറണം, അതിന് നീയും പരിശ്രമിക്കണം, അതുപോലെ നീയും എൻ്റെ കൂടെ തന്നെ മുന്നിൽ നിന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യണമെന്ന്.
സോ ഇത് കേട്ട് സാച്ചിക്ക് കുറച്ച് സമാധാനമാണ്. അങ്ങനെ അവൾ തിരിച്ചു വരികയാണ്. സോ അങ്ങനെ കിറിറ്റോ റൂമിൽ നിൽക്കുന്ന സമയത്ത് സാച്ചി വരികയാണ്. സോറി, എനിക്ക് അവിടെ കടന്നിട്ട് ഓർക്കാൻ വരുന്നില്ല എന്ന്. അങ്ങനെ അവളും അവൻ്റെ കൂടെ കിടക്കുകയാണ്. സോ ആ സമയത്ത് കിറിറ്റോ ചിന്തിക്കുകയാണ്, ഇവളെ പോലെ തന്നെ കുറേ പേര് മരണത്തെ പേടിച്ച് ഈ ഗെയിമിൽ നിന്ന്, അതായത് സൂസൈഡ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ചിലർ അങ്ങനെയല്ല, അവർ ഈ ഗെയിം തന്നെ സന്തോഷിച്ച് ജീവിക്കുകയാണ്. സോ ആ സമയത്ത് സാച്ചി കിറിറ്റോയെ വിളിക്കുകയാണ്. സോ അപ്പോൾ കിറിറ്റോ പറയാണ്, നീ എന്ത് തന്നെയായാലും ഇവിടെ സർവൈവ് ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കിയേറ്റോ ടൗൺ ഓഫ് ബിഗിനിലേക്ക് ടെലിപ്പോർട്ടായി പോവുകയാണ്. നിനക്കറിയോ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു കുതിരയെ വാങ്ങുന്നത് ഇത്ര എക്സൈറ്റ്മെൻറ്റുള്ള കാര്യമാണെന്ന്. സോ കിയേറ്റോ വീട് വാങ്ങുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സോ നമുക്ക് എന്തായാലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കിറിറ്റോനെ നോക്കുകയാണ്. സോ അവർ പിന്നെ നേരെ പോകുന്നത് വേറൊരു സ്ഥലത്തേക്ക്, അതും ഹണ്ട് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി. സോ അവരെത്തി അവിടുന്ന് ഒരുത്തം ആ ഡോറങ്ങ് ഓപ്പൺ ചെയ്യാണ്. സോ കിറി ചോദിക്കണം, എന്ത് ഇവിടെ ഒരു ഹിഡൻ ഡോർ ഉണ്ടോയെന്ന്. സോ അങ്ങനെ അവിടെ നേരെ ചേരി ചെന്ന് അവനാ ജസ്റ്റ് അങ്ങ് തുറക്കാണ്. സോ കിറിച്ചോ തുറക്കല്ലേ എന്ന് പറഞ്ഞതും അവനങ്ങ് തുറക്കുകയാണ്. അതുപോലെ ആ ഡോറങ്ങ് ക്ലോസ് ആവാണ്. സോ അതിലൂടെ കുറേ പേര് അങ്ങോട്ട് എത്തുകയാണ്. നമ്മളിവിടെ ട്രാപ്പായിരിക്കും, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ടെലിപ്പോർട്ട് ആവുന്നു. സോ അവർ ടെലിപ്പോർട്ടിങ് ക്രിസ്റ്റൽ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അത് വർക്കാവുന്നില്ല. അങ്ങനെ അവർ അതിന് എതിരായിട്ട് ഫൈറ്റ് ചെയ്യാണ്. സോ ഒരുത്തന് ആ സമയത്ത് അങ്ങ് മരിച്ചു പോവാണ്. സോ കിറിറ്റോ എല്ലാത്തിനെയും വാരിപ്പുറക്കി അടിക്കുകയാണ്. സോ അപ്പോൾ 2 പേര് അവിടെ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. സോ അവിടെ വെച്ച് കുറേ പേര് മരണപ്പെടാണ്. ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാതെ കിറിറ്റോ അവിടെ എല്ലാത്തിനെയും വാരിപ്പറക്കി അടിക്കുകയാണ്. സോ ഇപ്പോൾ അവിടെ ബാക്കിയായിട്ട് കിറിറ്റോയും അതുപോലെ തന്നെ സാച്ചിയും മാത്രമേ ഉള്ളൂ. സോ അവളും അങ്ങനെ അവിടെ മരണപ്പെടാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡ് എന്നായിരിക്കും. ബൈ.